ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിന്തിച്ചിട്ട് അതിനെന്താ കുഴപ്പം? അപ്പൊ ആദ്യം കൊതിച്ചു പോകുന്ന ഒരു കാര്യത്തിലേക്ക് ഞാനത് എടുത്തിട്ട് അതിലൊരു കുസൃതിയുണ്ട്, ഒരു മോഷ്ടിച്ചുകൊണ്ട് പോയല്ല, അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് രസിക്കുകയാണ്. ഈ അടുത്ത് വന്ന ഒരു പരസ്യ ചിത്രമൊക്കെ ലാലേട്ടനെ കൂടുതൽ അല്ലേ ആളുകൾ മോഹൻലാൽ ഇത് ചെയ്തു എന്ന് ഭയങ്കര ഒരു സന്തോഷത്തോടെയൊക്കെ കണ്ടു. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ കൂടുതൽ പ്രസന്റബിൾ ആക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയണം ഒരു വലിയ കാഴ്ച സമ്മാനിക്കാൻ കഴിഞ്ഞു. അതിനൊരു ലാലേട്ടൻ അതിനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ച് വളരെ നല്ല, എല്ലാവരും അങ്ങനെ ഒരു സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചേതോവികാരം എന്തായിരുന്നു അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ? ഇതൊരു പെർഫോമൻസ് ആണ്. അപ്പം നമ്മൾ ആ സമയത്തായിരുന്നു ഞാൻ തുടരും ചെയ്തുകൊണ്ടിരുന്ന പ്രകാശിനെ എനിക്ക് അതിനു മുമ്പേ അറിയാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആഡ് ചെയ്യാൻ കാര്യം, നിങ്ങൾ കൂടെ പോയിട്ട് ഇത് വാങ്ങിക്കൂ അത് വാങ്ങിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഹൗ വി ക്യാൻ ഡു ഇറ്റ്, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പം അദ്ദേഹം പറഞ്ഞ ഒരു തോട്ടാണ്. അപ്പം അതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം നമ്മൾ ആലോചിച്ചു. അത് സക്സസ് ആയി. അല്ലായിരുന്നെങ്കിൽ അതൊരു സക്സസ് ആകാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. കാര്യം നമ്മളിലുള്ള എല്ലാവരിലുള്ള ഒരു കാര്യം തന്നെയാണ്, എല്ലാവർക്കും ഒരു സ്ത്രീത്വമുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളിലൊക്കെ പുരുഷനുമുണ്ട്. അപ്പം അതിൻ്റെ നമ്മുടെ ഒരു ഫിലോസഫിക്കൽ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അർത്ഥനാരീശ്വര കോൺസെപ്റ്റും ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ റിലീജിയനിലൊക്കെ സ്ത്രീ എന്ന് പറയുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നിമിഷങ്ങളിൽ സ്ത്രീയായിട്ട് മാറാറ്. കാര്യം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ സ്ത്രീകളെ കണ്ടല്ലേ വളരുന്നത്. അമ്മയായാലും അമ്മുമ്മയായാലും അവരുടെ കൈകളിൽ കൂടെ തന്നെയാണ് ഒരുപാട് കാലം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാറുന്നത്. പക്ഷെ ഒരുപാട് ഹൈ ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ഒരുപാട് സ്വഭാവത്തിലും നമ്മുടെ ആക്ഷനിലും ഒക്കെ വരും. നമ്മൾ ആ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു പകുതി ഒരു സ്ത്രീയിൽ നിന്നാണ്. അപ്പം അത് വളരെ സെറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അവർ കയ്യിലൊരു മാല കിട്ടിയാൽ കണ്ണാടിയിൽ പോയി നോക്കുക, അത് എൻജോയ് ചെയ്യുന്നവർക്ക്. അപ്പം ആദ്യം കൊതിച്ചു പോകുന്ന ഒരു കാര്യത്തിലേക്ക് ഞാനത് എടുത്തിട്ട് അതിലൊരു കുസൃതിയുണ്ട്, ഒരു മോഷ്ടിച്ചുകൊണ്ട് പോയല്ല, അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് രസിക്കുകയാണ്. പിന്നെ അപ്പം നമ്മൾ എത്രയോ പേര് ചിലപ്പോൾ ഒരു പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് പാടാറില്ലേ, കണ്ണാടി നോക്കിയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവരത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാനിപ്പോൾ വാനപ്രസ്ഥത്തിൽ പൂതന എന്നുള്ള റോൾ ചെയ്തിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ പോലെയുള്ള, ഫോർ എക്സാമ്പിൾ മണിച്ചിത്രത്താഴിലെ വലിയ പ്രസിദ്ധമായ സീനാണ് ചേട്ടനല്ല ചേച്ചി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിലെല്ലാ ജീവിതത്തിലെ റിഫ്ലക്ഷൻ ഓഫ് എ ലേഡി വരാറുണ്ട്. അതിനെ കുറച്ചുകൂടെ സെറ്റിലായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാകാത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു സിനിമയോ ഒരു ചിത്രമോ എന്ത് കാണുന്ന പോലെയേ ഉള്ളൂ. ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ചിന്തിച്ചിട്ട് അതിനെന്താ കുഴപ്പം? അവർക്ക് അങ്ങനെ ചിന്തിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ആം എ പെർഫോമർ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം എനിക്കാണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് അത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൽ എനിക്കൊരു പരിഭവമില്ല. അത് അദ്ദേഹത്തിന് മോശമായി അല്ല, അപ്പം അദ്ദേഹത്തിൻ്റെ മോശത്തിന് ഇപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയും സമയം എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അതുകൊണ്ട് അതൊരു വളരെ ഒരു മോസ്റ്റ് ടോക്ഡ് ആഫ്റ്റർ ഒരു ആഡായിട്ട് മാറി.